നമുക്ക് ആശയം പറയുമ്പോൾ തീർത്ത് പറയാതിരിക്കാൻ കഴിയൂല. കമ്മ്യൂണിസം ഇസ്ലാമിനെതിരാണ്, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തു വെച്ചതും ഇസ്ലാമിനെതിരാണ് എന്നൊരിക്കലും നമുക്ക് പറയാതിരിക്കാൻ കഴിയൂല. ലെനിനും സ്റ്റാലിനും ഒക്കെ കൊന്ന മനുഷ്യന്മാരുടെ കണക്കെടുത്തു നോക്കിയാൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരൊറ്റ ലൈബ്രറിയിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര പുസ്തകത്തിൽ അവരുടെ പേരുകൾ മാത്രം എഴുതി വെക്കേണ്ടി വരും. ഇന്നും ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്, അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് നിശാ ക്ലബ്ബുകളാണ്, നൈറ്റ് ക്ലബ്ബുകളാണ്. എന്താണ് ഈ നൈറ്റ് ക്ലബ്ബുകളിൽ നടക്കുന്നത്? 80% മുസ്ലിങ്ങളായിട്ടുള്ള ഒരു നാടിൽ നൈറ്റ് ക്ലബ്ബുകൾ നടക്കുന്നത് USSRൽ റഷ്യയിൽ നടന്ന അതേ ചടങ്ങുകളാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ നിന്ന് ചാടിക്കളിക്കുന്നു. ഇതിനവർ നൈറ്റ് ക്ലബ്ബുകൾ എന്ന് പേരിട്ടു. 80% മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു നാടിൽ അവിടുത്തെ 8% പോലും നിസ്കരിക്കാൻ മാത്രം പള്ളികൾ ഇപ്പോഴും അവിടെ വളർന്നു വന്നിട്ടില്ല. എങ്ങനെ വളർന്നു വന്നിട്ടില്ല? എന്തുകൊണ്ട് വളർന്നു വന്നിട്ടില്ല? കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ കയ്യിൽ കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന നാട് അമർന്നപ്പോൾ മുഴുവൻ പള്ളികളും പൊളിച്ചു മാറ്റി. ഇല്ലെങ്കിൽ ഉണ്ടായിരുന്ന പള്ളികൾ സിനിമാ ടാക്കീസുകളും നൈറ്റ് ക്ലബ്ബുകളുമാക്കി മാറ്റി. ഇന്നും ആ സമൂഹം ദീന് പഠിക്കാൻ അവർക്ക് ആവശ്യമുണ്ടെങ്കിലും ദീന് പഠിക്കാൻ അവരെ കൊണ്ട് കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മാറ്റങ്ങൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഇസ്ലാം അവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ചെച്നിയ, തജാക്കിസ്ഥാൻ തുടങ്ങിയ, കിർഗിസ്ഥാൻ തുടങ്ങിയ ഒട്ടുമിക്ക USSRൽ നിന്ന് പിരിഞ്ഞു പോന്ന ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുടെയും അവസ്ഥ ഇതാണ്. ഞാൻ ചോദിക്കുന്നത്, ബഹുസ്വരത എന്നുള്ള ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ USSR കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്, നാസ്തികർ ചെയ്യേണ്ടത്, മതമില്ല എന്ന് വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടത്, അതാത് മതത്തിന്റെ ആളുകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവരുടെ മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർ അവിടെ അനുവദിക്കുകയായിരുന്നു വേണ്ടിയത്. ഇന്ന് യുക്തിവാദികൾ ചെയ്യുന്നതെന്താ? മതം പാടില്ല എന്നുള്ളതൊരു മതമായി അവർ സ്വീകരിച്ചിരിക്കും. മതം പാടില്ല എന്നുള്ളതിനെ മതമായി മാറ്റിയവരാണ് യുക്തിവാദികൾ. ഞാൻ പറയുന്നു, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഒരു യുക്തിവാദിക്ക് അംഗീകരിക്കാൻ കഴിയൂല. കാരണം അദ്ദേഹത്തിന്റെ മതം, അദ്ദേഹം അതിന് മതമില്ലായ്മ എന്ന് പേരിടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മതം എന്റെ ഇസ്ലാം മതം തെറ്റാണ് എന്നുള്ള മതം വിശ്വസിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അയാൾ വിശ്വസിക്കേണ്ടത് എന്താണ്? എനിക്ക് എന്റെ യുക്തി കൊണ്ട് ഞാൻ മുസ്ലിമായി എങ്കിൽ ഒരു യുക്തിവാദി ചെയ്യേണ്ടത് എന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം എന്റെ യുക്തിയെ അയാൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു, അയാൾ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്റെ യുക്തി അടിസ്ഥാനത്തിൽ ഞാനൊരു മുസ്ലിമായത് അയാൾ അംഗീകരിക്കാത്ത കാലത്തോളം അയാളെ സംബന്ധിച്ച് നമ്മൾ യുക്തിവാദി എന്നല്ല പറയേണ്ടത്. മതമില്ലായ്മയെ മതമായി സ്വീകരിച്ച ഏകസ്വരാത്മകതയുടെ, ബഹുസ്വരതയുടെ ശത്രു എന്നേ നമ്മൾ ഒരു യുക്തിവാദിയെ വിശേഷിപ്പിക്കാവൂ. ഇതാണ് യുക്തിവാദികളുടെ കോമൺ അജണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേരളം മുതൽ അങ്ങ് USSR വരെ പറഞ്ഞത്. കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും യുക്തിവാദികൾ ബഹുസ്വരത എന്ന് പറഞ്ഞു നടക്കുന്ന, ഈ പ്ലൂരലിസം എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ അടിസ്ഥാന ആശയം ബാക്കിയുള്ളവരെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ബഹുസ്വരതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ബഹുസ്വരതയുടെ നിലപാടുകാർ. ദേശീയതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് ദേശത്തോടൊരു കൂറുമില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അതുപോലെ തന്നെയാണ് ബഹുസ്വരതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്കും ബഹുസ്വരതയുമായി ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് തീർത്തു പറയാം. അതുകൊണ്ട്